ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ലഞ്ച് റെസിപ്പീസാണ് ഞാൻ ഈ വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് കറിയൊക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ കഴിഞ്ഞു. ചോറൊക്കെ രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ചോറിനാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ആകെ പിന്നെ ഒരു മടിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്കൊക്കെ പോയി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അടുക്കളയിൽ കയറി. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച സമയമ്പോഴേക്കും ഉണ്ടാക്കുമല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമ്പോഴേക്കും ഉണ്ടാക്കും. അപ്പം അത്രേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്നും അതേപോലത്തെ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ മടിയായിരുന്നു. പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാൽ നമുക്ക് ഉച്ചയ്ക്കും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ അവർക്കൊക്കെ ചോറൊക്കെ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു ചോറിനാറായ സമയമായപ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിക്കാറായ സമയമായപ്പോഴാണ് ഞാൻ അടുക്കളയിൽ കയറിയത് കേട്ടോ. അതുവരെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു മടിയാണ് എല്ലാം. ഒറ്റയ്ക്ക് ആകുമ്പോഴേക്കും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മക്കളൊക്കെ എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒച്ചയും ബഹളമൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ സമയമായപ്പോഴേക്കും ഒരു മുട്ടയുണ്ട് ഞാൻ വറുത്തത്. എനിക്ക് അങ്ങനെ ഒഴിച്ച് കറി അങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്കൊരു ചമ്മന്തി ആയാലും എനിക്ക് അത് മതി കേട്ടോ കഴിക്കാൻ. ചോറിനാനായിട്ട് ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല. ഒരു മുട്ട വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. അപ്പോൾ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു. ഓംപ്ലേറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് തക്കാളിയും സവാളയും എടുത്തിട്ടൊന്ന് വാട്ടി കേട്ടോ. അപ്പോൾ തക്കാളിയും സവാളയും വാട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ചപ്പാത്തിയുടെ ഒപ്പമാണെങ്കിലും മുട്ടക്കറിക്കിനേക്കാളും എനിക്കിഷ്ടം ഈ തക്കാളി വാട്ടിയത് വെച്ച് കഴിക്കാനാണ് കേട്ടോ. കൂട്ടി കഴിക്കാനാണ്. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മുട്ടക്കറിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നുക ഈ സവാളയും തക്കാളിയും വാട്ടുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തക്കാളിയും സവാളയും പിന്നെ ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തോട്ടോ. അധികം വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. ചമ്മന്തി പോലെ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് കിട്ടും. എനിക്കങ്ങനെ ഗ്രേവി ആയിട്ട് വേണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അപ്പോൾ ഇതേ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിലുണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ, മേടിച്ചതാണേ. അപ്പോൾ അതേ ഉച്ചയ്ക്ക് ചോറ്, പിന്നെ മുട്ട വറുത്തത്, മുട്ട ഓംലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി വാട്ടിയതും പിന്നെ നമ്മുടെ വെളുത്തുള്ളി അച്ചാറും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതിയായിരുന്നു കേട്ടോ. എനിക്കിത് തന്നെ ധാരാളമാണ്. പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നു കേട്ടോ. തൈര് ഉണ്ടാവാറുണ്ട് എപ്പോഴും. പാക്കറ്റ് തൈര് മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് അടിച്ച് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പം എല്ലാം കൂടി ആയപ്പോൾ തന്നെ ഇത് തന്നെ ധാരാളമായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഇതേപോലെ തക്കാളി എന്തെങ്കിലും വാട്ടിക്കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം ഉണ്ടാക്കിയതാണ് ഈ കറികളെല്ലാം. എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്കത്തെ കറികൾ ഉണ്ടാക്കിയത്. പിന്നെ വൈകുന്നേരം കേട്ടോ. മക്കൾ വന്ന സമയമായപ്പോഴേക്കും കുറച്ച് പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പഴംപൊരി ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടം നീളത്തിലുള്ളതല്ല കേട്ടോ. ഇതേപോലെ കുഞ്ഞതാക്കി വട്ടത്തിൽ നല്ല നൈസായിട്ട് അരിയണതാണ് കേട്ടോ ഇഷ്ടം. അതേപോലെ അത് നല്ലോണം മുരിഞ്ഞ് വന്നതാണ് അവർക്കിഷ്ടം. അപ്പോൾ അവർ കഴിക്കണത് എന്താണോ അങ്ങനത്തെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി അവർ കഴിക്കും. നീളത്തിലൊക്കെ നമ്മൾ സാധാ പഴംപൊരി പോലെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ മടി കാണിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക അത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.